யோ அந்தப்பா கொஞ்சம் தள்ளி இல்லையா? சாரி, உள்ளே போக முடியாது. பர்மிஷன் இல்லாம உள்ள விடக்கூடாதுன்னு சொல்லியிருக்கு. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. കാണിക്കാം മോളെ. അങ്കിൾ അതിനല്ലേ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. വാ അങ്ങോട്ടിരിക്കാം. വാ. പറയുന്ന കേക്ക്. അങ്കിൾ, ഞങ്ങളെ ഡാഡി അടുത്ത് കൊണ്ടുപോകാം. എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർ നോക്കട്ടെ. എന്താ മോളെ നീ ഇങ്ങനെ കരയല്ലേ? സമാധാനിക്ക്. ഈശ്വരൻ ഒന്നും വരുത്തില്ല. രമണി, കുട്ടികളെ സമാധാനിക്കും. ആന്റണി, இந்த ஆளுதான் சார் ஹரிசாரை காப்பாத்தி இந்த ஹாஸ்பிட்டலுக்கு கொண்டு வந்தது. ഇവനെ പുറത്തു വിടണ്ട சார். ഹരിദാസ്. ശ്രീകുട്ടി, നന്ദി കുട്ടിക്കും പാറക്കുട്ടിക്കും കൊടുക്കണം. ആന്റണി വിളിക്കും. പുറത്ത് ആന്റണി ഒരാൾ നിൽപ്പുണ്ട്. நீதான் ஆண்டனி. உள்ளவா. സാർ. ആന്റണി സാർ, എന്റെ 3 മക്കളെയും പൊന്നുപോലെ നോക്കണം സാർ. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും ഇനി ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? എഴുന്നേറ്റ് കുളിച്ചെന്തെങ്കിലും കഴിക്കേ. ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ? മേലിൽ ഞങ്ങളുടെ മുന്നിൽ വരരുത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ. പിള്ളേ, പിള്ളേ. എന്തോ എന്താ മോളെ? ആരാണ് ഇയാളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ആരും കാണണ്ട. എന്തിനാ ഇയാൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? പറഞ്ഞു വിട്ടൂടെ? എന്താ ശ്രീകുട്ടി ഇങ്ങനെ പറയുന്നത്? ഇനി നിങ്ങളെ വിട്ട് ഇയാൾ എവിടെ പോവാനാ? ഡാഡി പറഞ്ഞത് മോള് കേട്ടതല്ലേ? ഡാഡി നുണയാ പറഞ്ഞത്. ഇയാൾ ഞങ്ങളുടെ ആരുമല്ല. കടന്നു പോകുന്നുണ്ടോ അവിടുന്ന്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സാരമില്ല, ഞാൻ പുറത്തു നിന്നോളാം. അവരെ ആശ്വസിപ്പിക്കണം. 3-4 ദിവസമായില്ല അവരെന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്ന് പറയും.
രാജഗോപാലൻ സാറിനെ കാത്തിരുന്ന നമ്മൾ പട്ടിണിയാവുള്ളൂ. ഇന്നലെ വരുമ്പോ രാത്രി 1 മണി, ഇന്ന് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞു പോയതാ. ഏത് കാട്ടിലാന്ന് അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ. കഴിച്ചോളൂ. ഓ വാ, ഇരുന്നോളൂ. എന്നാ നമുക്ക് ഇരിക്കാം. ഇയാള് ഞങ്ങളുടെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇതിനെ ക്ഷണിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ശ്രീദേവി, അങ്ങനെയൊന്നും പറയരുത് കുട്ടി. ഞാൻ മാറിത്തരാം. കുട്ടികൾ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. ഇത്തിരി കൂടിപ്പോയി മോളെ. മനുഷ്യനല്ലേ? മനുഷ്യൻ. ഞങ്ങൾക്കറിയാം അയാളെ. ആരും ഒന്നും മറക്കണ്ട. അല്ല, ഇവിടെ ഒന്നിരിക്കുകയാണോ? അകത്തേക്ക് വരൂ, അവിടെ ഇരിക്കാം. വേണ്ട, കുട്ടികള് അവര് മുകളിലാ. രാജഗോപാലൻ സാറും ഭാര്യയും വന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഒന്ന് ആസ്വദിക്കാൻ പോലും ആരാ ഉള്ളത്? വരുന്നേ. അവരെന്നെ കാണണ്ട. എന്നെ കണ്ടാൽ ചിലപ്പോ ഇഷ്ടാവൂല. എന്നാ കിടക്കാറാകുമ്പോഴേക്കും അങ്ങോട്ട് വന്നോളൂ. പിള്ളേ, ഓ, എടുത്തു വളർത്തിയ കുഞ്ഞേതാണെന്ന് പിള്ളേക്കും അറിയില്ലേ? സാറും ഭാര്യയും കൊടൈക്കനാലിൽ വന്ന മുതൽ ഞാനുണ്ട് കൂടെ. അപ്പൊ 3 മക്കളും ഉണ്ട്. ഇങ്ങനൊരു കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ആരോട് ചോദിച്ചാലാ ദൈവമേ സത്യം ഒന്നറിയാ. എടുത്തു വളർത്തിയ കുഞ്ഞ് ഏതാന്ന് ചോദിക്കുകയായിരുന്നു മൂപ്പര്. അങ്ങനെ വേർതിരിച്ച് കാണരുതെന്ന് ഹരി പറഞ്ഞതല്ലേ? ഒരു വേർതിരിവ് ഞാൻ കാണിക്കില്ല. അറിയാൻ, വെറുതെ ഒന്നറിയാൻ. ഉള്ളിലെ ആശ അടക്കാൻ പറ്റണില്ല സാർ. എനിക്കും അറിയില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം. ആദ്യം കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടട്ടെ. അവരെ കുറിച്ച് വിവരം വല്ലതും? സെർച്ച് നടക്കുകയാണ്. ആഫീസിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചു. വന്ന ഉടനെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു. ഓഹോ. ഓ, രണ്ട് മൂന്ന് ആളുകൾ കാണാൻ കാത്തു നിൽക്കുന്നു. ആരാണ്? അറിയില്ല. അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അവിടെ ഉണ്ട്. ആരാ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? 2-3 ദിവസം ഞങ്ങൾക്ക് ആരും അറിയാതെ തങ്ങണം. പണം വേണം, ആയുധം വേണം. കാശ് വേണമെങ്കിൽ തരാം. ബാക്കിയൊന്നും എനിക്ക് സാധിക്കില്ല. സാധിക്കണം. ഇതൊന്നും നിനക്കറിയാത്തതല്ല. ഹരിദാസിനെ ഞങ്ങൾ കൊന്നു. കാട് മുഴുവൻ പോലീസ് അരിച്ചു വെറുക്കുക. ഒരു തോക്കുണ്ടായിരുന്നു, പോയി. 4 ദിവസമായി ഞങ്ങൾ ഓട്ടം തുടങ്ങിയിട്ട്. എന്റെ കർത്താവ്, എന്നെ കുഴി ചാടിക്കൂ. ഞങ്ങളെ വഞ്ചിച്ചിട്ട് അടിച്ചിരിക്കും ശവക്കുഴിയിൽ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, നടന്നിരിക്കണം. രാജഗോപാലൻ സാർ പോവാണോ? അതെ. സാർ ഇവിടെ പോയ പിന്നെ ഇവിടെ കുട്ടികളെയും കൊണ്ട് പോവാനായിരുന്നു പരിപാടി. അവര് സമ്മതിക്കണില്ല. ഉദ്യോഗം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? സാറ് ആകെ വിഷമത്തില. കൊച്ചമ്മ പോണില്ല,
അത്രയും ആശ്വാസം. എത്രയും നേരത്തെ അങ്കിൾ തിരിച്ചെത്തും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആന്റണിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ഡാഡിയുടെ വാക്കുകൾ നിഷേധിക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. എല്ലാം നോയിക്കൊള്ളണം. വരട്ടെ. വേഗം വരില്ലേ സാർ? വരും. ആന്റണി വരും. എന്താ സാർ? ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു കേൾക്കണം സാർ. അത് എന്ത്? എന്നെ വിശ്വാസമാണെന്ന്. കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി. അവരെന്റെ സ്വന്തമാണ് അല്ലേ സാർ? അതെ, ആന്റണിയുടെ സ്വന്തമാണ്. എന്റെ സ്വന്തം, എന്റെ മക്കള്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയുണ്ടായിരുന്നില്ല സാർ. ഇപ്പൊ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പാടില്ല ജീവിതം വന്നുള്ളൂ അല്ലേ സാർ? അതെ, കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. വേണ്ട, എനിക്കറിയാം സാർ. ഒരിക്കലും അംഗീകരിക്കണ്ട. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ, എന്റെ മനസ്സിൽ എനിക്ക് ഓമനിക്കാലോ, താരാട്ട് പാടാലോ. പുറത്തുനിന്നുള്ള സാർ, വാതിലിന് പുറത്ത് നായെപ്പോലെ ഞാൻ ഇവിടെ കാവൽ കിടന്നു. കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. നടുക്കടലിൽ ഉപേക്ഷിച്ചു പോവുകയാണെന്നൊരു തോന്നൽ. ഇപ്പൊ അത് മാറി. ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത്. ഒരു ഭയവും വേണ്ട സാർ. ആന്റണിയുടെ നെഞ്ചിൽ അവസാനത്തെ പിടപ്പ് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോയിപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. സാർ ധൈര്യമായിട്ട് പോകും. വാ. ആ, എന്ത് പണിയായി കാണിക്കുന്നത്? ക്ഷമിക്കണം, ഇത് എവിടെയെങ്കിലും ഒന്ന് വിരിക്കണമായിരുന്നു. ഉണങ്ങില് രാത്രി ഇടാനൊന്നുമില്ല. ആ, ഇതാ ഇത് ഇട്ടോളൂ, സാറിന്റെ. അയ്യോ വേണ്ട, കുഞ്ഞുങ്ങൾ കണ്ട അവർക്ക് ഇഷ്ടമാവില്ല. ഇത് അവര് തന്നു വിട്ടതാന്നേ. വാങ്ങിച്ചോളൂ. പിന്നെ അലക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. ഊരി തന്നേച്ചാ മതി. കുട്ടിയോട് പറഞ്ഞതാ. ഉറക്കം വരുന്നെങ്കിൽ കിടന്ന് തൂങ്കയ്യ. നൈറ്റ് ഡ്യൂട്ടി തൂങ്ങക്കൂടാതെ. തപ്പ് തപ്പ്. ഡ്യൂട്ടി ഇന്നലെ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരന്റെ ഉറക്കം വലി കേട്ടിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല.
5 പേരുണ്ടായിരുന്നു 4ആയി 3ആയി. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ആരുണ്ടാവില്ല. ചോട്ടി. ഓ ഓ ഏയ് വല്ലത് കഴിക്കണ്ടേ? വരൂ. ഇരിക്കൂ. ആ ഇവിടെയല്ലേ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നോളാം. പ്ലേറ്റ് ഇങ്ങോട്ട് തന്നാ മതി. ഇവിടെ ഇരിക്കാം. വരൂ. കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ? എഴുന്നേൽക്കൂ. ഇരിക്കുന്നേ. കഴിച്ചോളൂ. അയ്യോ കറണ്ട് പോയല്ലോ. എഴുന്നേൽക്കണ്ട, ഞാൻ ജനറേറ്റർ വേണ്ട, വേഗം വാതിലടയ്ക്ക്. ഓ കന്തസ്വാമിയാണ്. നീ എന്റെ പകം പാര. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ കൂടെ ഉള്ള. അല്ലേ ജനറേറ്റർ ഓൺ ചെയ്യും. പോലീസ് വിളി. ഫോൺ കണക്ഷൻ ഇല്ല. കുട്ടികളെ കുട്ടി മുകളത്ത് മുറിപ്പ് വാലടിച്ചോളൂ. എന്ത് സംഭവിച്ചാലും തുറക്കരുത്. ശരി. Oh!
സൂക്ഷിച്ച്. ആ ആ ആ ആ. ബാബയോട് പറയുന്ന മക്കളൊന്നും ചെയ്യരുന്നു. പറയുന്നത് കേൾക്കരാമയ്യ. നീ ഒന്നും പറയണം. കുഞ്ഞുങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളൊന്നും ചെയ്യരുത്. വിളിക്കരുതെങ്ങനെ? മോനെ പോലെ സ്നേഹിച്ച എന്നിട്ട് നീ എന്നെ ചതിച്ചു. അതിനെന്നെ കൊന്നോളൂ. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. ഏതാടാ നിന്റെ മക്കള്? ഇതിൽ നിന്റെ മോളെ മാറ്റി നിർത്ത്. അവന്റെ മക്കളുടെ ജീവൻ എനിക്ക് വേണം. എല്ലാവരും എന്റെ മക്കളാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. മുമ്പിൽ
മാറി നിൽക്കണ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ. മാറി നിൽക്കണേ. ആന്റണി, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വിവരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളാണത് ആദ്യം അറിയേണ്ടത്. മറ്റാരും അറിഞ്ഞിട്ടില്ല. ദാ ഈ വേണ്ട സർ, എനിക്കറിയണ്ട. അങ്ങയുടെ മനസ്സിൽ എന്നിത് രഹസ്യമായിട്ടിരിക്കട്ടെ. ഇവർ 3 പേര് എന്റെ സ്വന്തം മക്കളാണ്. ഡാഡി